കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരാൾ മരിച്ചു. സേലം സ്വദേശി ധനപാലാണ് മരിച്ചത്. 21 പേർ പുനലൂരിലെ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. 4 പേരുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ അപകടങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വില്ലന്മാർ. ഇന്നലെ കൊല്ലത്ത് ചെമ്മാമുക്കിൽ ഒരു യുവതിയെ, ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ ഒരു ഭർത്താവ്. അങ്ങനെ എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. ഈ നെഗറ്റിവിറ്റി നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ കയറി തല തന്നെ പിളർന്നു പോകും എന്നുള്ള പേടിയിലാണ് ഞാൻ. ഇപ്പോൾ ആര്യങ്കാവിൽ നടന്ന അപകടത്തെക്കുറിച്ച് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ആര്യങ്കാവിൽ അയ്യപ്പ ഭക്തൻ മരിച്ച അപകടം, അതിൻ്റെ വിശദാംശങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. ഈ പ്രഭാതത്തിൽ ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് കൊല്ലത്ത് നിന്ന് നൽകാനുള്ളത്. ആര്യങ്കാവിൽ ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടാകുന്നത്. ആര്യങ്കാവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ലോറി അമിത വേഗതയിലായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിൽ ഒരു അയ്യപ്പ തീർത്ഥാടകൻ മരണപ്പെട്ടു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കൊല്ലം സേലം സ്വദേശി ധനപാലനാണ് മരിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ 28 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അപകടം അമിത വേഗതയിലെത്തിയ ലോറി അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഏകദേശം 20 അടി താഴ്ചയുള്ള ഒരു തോട്ടിലേക്ക് പിന്നീട് ഈ ബസ് മറിഞ്ഞു. അങ്ങനെയാണ് കൂടുതൽ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതും. 28 പേർക്കാണ് ആകെ പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 4 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. ഇതിൽ 2 പേരെ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആദ്യഘട്ടത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഈ പരിക്കേറ്റവരെ മാറ്റിയത്. അവിടെ നിന്നാണ് ഗുരുതരമായി പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പുലർച്ചെ 4 മണി സമയമായിരുന്നു. ആ സമയത്ത് റോഡിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല, യാത്രക്കാരും കുറവായിരുന്നു. പക്ഷേ ആ സമയത്ത് വളരെ പെട്ടെന്ന് ആ സ്ഥലത്തെത്തിയ പോലീസും ഒപ്പം മറ്റ് യാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ വലിയ വേഗതയിലാണ് വന്നിടിച്ചത്. ഈ ബസ് ഏകദേശം പൂർണ്ണമായി അല്ലെങ്കിൽ ഭാഗികമായി തന്നെ തകർന്നുവെന്ന് പറയാം. ലോറിയുടെ മുൻവശം കാണുമ്പോൾ തന്നെ നമുക്ക് ആ അപകടത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലാകും. മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ഈ പല തീർത്ഥാടകരെയും ബസ്സിൽ നിന്ന് പുറത്തെടുക്കാനായത്. കാരണം ഈ ഇടിയുടെ ആഘാതത്തിൽ ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു നിരവധി അയ്യപ്പ തീർത്ഥാടകരുണ്ടായിരുന്നത്. പിന്നീട് ഇതിന്റെ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ചാണ് തീർത്ഥാടകരെ പുറത്തെടുക്കുകയും ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 21 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും 2 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഇതിൽ ലോറി ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടാക്കിയത് എന്നതാണ് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം. ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വേണം. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. എന്തായാലും ഈ അയ്യപ്പ ദർശനം കഴിഞ്ഞ് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് സേലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ തീർത്ഥാടകർക്ക് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇനി ഈ അപകടത്തിൽപ്പെട്ട ചികിത്സയിലുള്ളവർക്ക് ഈ പ്രാഥമിക ചികിത്സ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ചികിത്സ നൽകുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായും നോക്കിയിരുന്ന കാര്യം. അതിനുശേഷം മറ്റ് വശങ്ങൾ പരിശോധിക്കുമെന്നതാണ് പോലീസും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്.